മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയധികം ഹൈപ്പ് കൊടുത്തേക്കുന്ന, ഇത്രയധികം പ്രൊമോഷൻ കൊടുത്തേക്കുന്ന, ഇത്രയധികം പ്രതീക്ഷകൾ തന്ന എമ്പുരാൻ എന്ന സിനിമ രാവിലെ തന്നെ കണ്ടു. സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ആദ്യം പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മേക്കിംഗ് ആണ്. മേക്കിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ദ മൂവി എന്ന് പറയുന്നത് ഇറ്റ്സ് സൂപ്പർബ്. അതായത് ബോളിവുഡ് ലെവലിലോ ഹോളിവുഡ് ലെവലിലോ ഒക്കെ എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന രീതിയിൽ, നമ്മൾ മലയാളികൾക്ക് ഓരോ ആളുകൾക്കും അഭിമാനിക്കാവുന്ന രീതിയിൽ ഒരു മലയാള സിനിമ എന്ന് പറഞ്ഞ് നമുക്ക് എവിടെയും കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടോപ്പ് ലെവലിലാണ് നമ്മുടെ ഈ സിനിമയെ മേക്ക് ചെയ്തിരിക്കുന്നത്. സോ ആ മേക്കിങ്ങിനെ വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൃഥ്വിരാജ്, ഡെഫിനറ്റ്ലി യു ഡിസേർവ് എ സാല്യൂട്ട്. ഇനി സിനിമയിലേക്ക് വരുവാണെങ്കിൽ, സിനിമയുടെ തുടക്കത്തിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈറ്റിൽ സോങ് ഒക്കെ വളരെ ഇമ്പ്രസീവാണ്. നമ്മളുടെ മനസ്സിലുള്ള പ്രതീക്ഷയും നമുക്ക് കിട്ടിയിരിക്കുന്ന ഹൈപ്പൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻട്രോ മീൻസ് അതിൻ്റെ ടൈറ്റിലൊക്കെ വന്നിരിക്കുന്നു, ടൈറ്റിൽ സോങ് വന്നിരിക്കുന്നു. നമുക്ക് ആ ഒരു പ്രതീക്ഷ നൽകുന്ന രീതിയിൽ തന്നെയാണ് സിനിമ. അതിൻ്റെ തുടക്കങ്ങളിലെല്ലാം നമ്മളെ വളരെ എൻഗേജ്ഡാക്കി തന്നെ സിനിമ കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു മാസ് ഫിലിം എന്നുള്ളൊരു ഫീല് നമുക്ക് തന്ന് അതിൻ്റെ എല്ലാ ചേരുവകളും ചേർന്ന രീതിയിൽ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് സിനിമയുടെ തുടക്കം സീനുകളെല്ലാം പോകുന്നത്. അതുപോലെ അതിന് ശേഷം നമ്മുടെ മോഹൻലാലിൻ്റെ എൻട്രി, ആ ഇൻട്രോ ഓഫ് മോഹൻലാൽ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല, മാസാണ്. അതിനെയൊക്കെ പൃഥ്വിരാജ് ചെയ്തിരിക്കുന്നതിനെ നമുക്ക് ഒരു ശതമാനം പോലും കുറ്റം പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, വളരെ ബ്രില്യൻ്റ് ആയിട്ട് നമ്മളെല്ലാവരെയും ഇങ്ങനെ ഗൂസ് ബംസ് വരുത്തുന്ന രീതിയിൽ വളരെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മോഹൻലാലിൻ്റെ ഇൻട്രോ നടന്നതിന് ശേഷം പിന്നെ ഈ സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് മനസ്സിലാവാത്തൊരു കാര്യം. അങ്ങനെ നമ്മൾ അത്രയും പ്രതീക്ഷകളോടെ ഹൈപ്പോടുകൂടി വന്ന് ഈ ഇൻട്രോയെല്ലാം കണ്ട് മോഹൻലാൽ നമ്മുടെ സ്ക്രീനിലേക്ക് എത്തിയതിന് ശേഷം പിന്നെ സിനിമ മറ്റേതോ ഒരു ലെവലിലേക്ക് മാറിപ്പോവുകയാണ്. അതിനുശേഷം ഈ സിനിമയ്ക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു, സിനിമയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു. ഇത് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേക ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നതായ ഒരവസ്ഥയിൽ ആ സിനിമ പിന്നെയും നമ്മളെ കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് ഈ സിനിമയ്ക്ക് എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവ്. അതായത് വളരെ എക്സൈറ്റ് ചെയ്യുന്ന, നമ്മളെ ഒത്തിരി ഇമ്പ്രസ് ചെയ്യുന്ന സീനുകൾ പിന്നെ ഇല്ല. പിന്നെ ഇങ്ങനെ അവിടെ ഇവിടങ്ങളിലേക്ക് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇവിടെ ഒരു കാര്യം സംഭവിക്കുന്നു, ഇന്ത്യക്ക് പുറത്തൊരു കാര്യം സംഭവിക്കുന്നു, കേരളത്തിലൊരു കാര്യം സംഭവിക്കുന്നു. ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നതിനെ ഇങ്ങനെ കണക്ട് ചെയ്ത് സിനിമ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിൽ നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഒരു ഇൻട്രോ സീൻ വരുന്നുണ്ട്. അതും തീർച്ചയായിട്ടും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ സാധ്യതയുള്ള, എക്സൈറ്റ് ചെയ്യാൻ സാധിക്കുന്ന, മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുത്തുന്ന, രോമാഞ്ചം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സീനാണ്. അതും എനിക്ക് കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇങ്ങനത്തെ ഈ പറഞ്ഞ കാര്യങ്ങളെ ഒന്നും മാറ്റി നിർത്തിയിട്ട് പിന്നെ സിനിമയിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിൽ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. മഞ്ജു വാര്യരുടെയൊക്കെ ഒരു ക്യാരക്ടറും അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റും ഒക്കെ ഇമ്പ്രസ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, എവിടെയൊക്കെയോ ഇതെന്തേ കാണിച്ചു വെച്ചിരിക്കുന്നത്, ഈ പൃഥ്വിരാജിൽ നിന്ന് നമ്മൾ ഇങ്ങനെയാണോ പ്രതീക്ഷിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ സീനുകളും, സിനിമ എങ്ങനെയങ്ങ് പോകുന്നു, ഇത് സിനിമ തീരുവാണോ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ സിനിമ മുമ്പോട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നതിന് ശേഷം പിന്നെ എനിക്കിതിൻ്റെ അകത്ത് ഏറ്റവും ഈ സിനിമയെക്കുറിച്ച് എല്ലാവരുടെയും പ്രതീക്ഷ ആരാണ് ആ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഡ്രാഗൺ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു സർപ്രൈസ് എന്ന ആളുകളിലേക്ക് ഒരു ഫീല് കൊടുക്കുമ്പോൾ എൻ്റെയൊക്കെ മനസ്സിൽ തോന്നിയിരുന്നു കഴിഞ്ഞാൽ പൃഥ്വിരാജ് എന്തായാലും അത്തരമൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഓഡിയൻസിൻ്റെ സൈക്കോളജി മനസ്സിലാക്കിയതിന് ശേഷം ആ രീതിയിലുള്ള ഒരു ആളെ അവിടെ കാസ്റ്റ് ചെയ്യുള്ളൂ എന്ന് തന്നെ വിചാരിച്ചിരുന്നത്. ഇനി അഥവാ അങ്ങനെ കാസ്റ്റ് ചെയ്താൽ മാത്രമേ അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കുള്ളൂ എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ അതിൽ പൃഥ്വിരാജിനെ ഞാൻ ഇവാലുവേറ്റ് ചെയ്തത് എനിക്ക് തെറ്റുപറ്റിയെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഈ സിനിമ ഈ ഹൈപ്പിനും പ്രതീക്ഷകൾക്കൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അത്ര ഹാപ്പി ആക്കിയില്ല, അല്ലെങ്കിൽ അത്ര എക്സൈറ്റഡ് ആക്കിയില്ല. ഒരു സൂപ്പർ മൂവി എന്ന് പറയിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥ തോന്നിയില്ല എന്നുള്ളതാണ്. ഈവൻ തിയേറ്ററിലാണെങ്കിലും സിനിമ തീരുന്ന സമയത്ത് അത്രയും മോർണിംഗ് രാവിലത്തെ തന്നെ ഒരു ഷോ, മെജോറിറ്റിയും മോഹൻലാൽ ഫാൻസ് കൂടുതൽ കാണുന്ന ഒരു ഷോയിൽ സിനിമ തീരുന്ന സമയത്ത് ഒരു ക്ലാസ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നടന്നില്ല. അപ്പോൾ ഇതാണ് എനിക്ക് സിനിമയെക്കുറിച്ച് തോന്നിയ കാര്യം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി, എവിടെയൊക്കെയോ നമ്മൾ പ്രതീക്ഷിച്ച ലെവലിലേക്ക് എത്താൻ പറ്റിയില്ല.
എനിക്ക് തോന്നുന്നത് ഇതിനെല്ലാം ഒരു കാരണമായി തോന്നുന്നത് ഇതിന് കൊടുത്ത ഓവർ പ്രൊമോഷനോ ഓവർ എക്സൈറ്റ്മെൻറ്റ് ആളുകളിലേക്ക് കൊടുക്കുകയും അതിനെ മീറ്റ് ചെയ്യിക്കാൻ സിനിമയ്ക്ക് സാധിച്ചില്ല. അതിനുള്ളൊരു കണ്ടൻറ് ഇല്ല. ലൂസിഫറിനെ വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലെവലിലേക്ക് അതിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ ഇതിൻ്റെ ഒരു കോണ്ടൻറ് വൈസ് ഈ ഫിലിമിനായില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.